ഇത് നല്ലൊരു പായസമാണ്. ഇത് നല്ല രസമുള്ള പായസമാണ്. ഇപ്പൊ ഇതെല്ലാവരും ഓണത്തിന് വേണ്ടി ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ തേങ്ങാപ്പാലും ബീട്രൂട്ടും അതിലേക്ക് ഒരു 4 ഏലക്കായും അല്പം നമ്മളെ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഗീ ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുത്തിട്ട് ഞാനിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ കിളരി എടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഞാൻ അരിപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് കിളരി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളെ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ സാധാ പത്തിരി ചുടുമ്പോഴല്ല, ഇത് പെട്ടെന്ന് അടി പിടിച്ച് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. ഈ രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് നമ്മളെ കയ്യിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ടച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇത് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇത് വല്ലാണ്ട് സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയണം കേട്ടോ. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, വളരെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ചെറിയ ബോൾസ് ആക്കണം കേട്ടോ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ചെറിയ മോഡലും കൊണ്ട് അവൾ പെട്ടെന്ന് എണീക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ബോൾസൊക്കെ കുറച്ച് സൈസിൽ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. കുറച്ച് വലിയ സൈസായി പോയിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടി ചെറുതാക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് 2 സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഗീ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റേതും തേങ്ങാപ്പാലിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ ഗീ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 സ്പൂണ് വരും കേട്ടോ. വലിയൊരു തവിയിലാണ് ഞാൻ ഷുഗർ ചേർത്ത് കൊടുത്തത്. ഒരു 5 സ്പൂണിൻ്റെ ഇതുണ്ടാവും. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി തിള വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ബീട്രൂട്ടിൻ്റെ ബോൾസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കലങ്ങി പോവും. അപ്പോൾ തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക്. കാരണം നല്ല ഭംഗിയുള്ളൊരു പായസമാണ്. ഈ ഓണത്തിന് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വെറൈറ്റി പായസമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ മിൽക്ക് മെയ്ഡോടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് കൂടി തേങ്ങാപ്പാലൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നന്നായി കുറുകി വന്നപ്പോൾ ഞാനൊരു കപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ഞാനൊരു 4 ഏലക്ക ചതച്ചതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് കുറുകി വരും. നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാലാണല്ലോ. ഇത് തണുക്കുന്നതിനനുസരിച്ച്, ഇതിപ്പോൾ ആയിക്കഴിഞ്ഞാലും തണുക്കുന്നതിനനുസരിച്ച് വീണ്ടും കുറുകി വരികയാണ് കേട്ടോ ചെയ്യുക. കണ്ടോ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് അടച്ച് വെക്കാം. പായസം റെഡിയാണ് കേട്ടോ. ഇനി കുറച്ച് ചൂട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്ക് കൊടുക്കുക കേട്ടോ. അവരുടെ അഭിപ്രായം എന്താണെന്നറിയാം, അവർക്കിത് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് അവർ പറയും. മെഹദ് അഭിപ്രായം പറയുന്നില്ലല്ലോ. അത് കുറച്ചങ്ങോട്ട് നീക്കി വെക്ക്. ഹായ്
അൻഹൻ്റെ ഇപ്പം ഫിനിഷ് ആവും. ഇത് നല്ലൊരു പായസമാണ്. ഇത് നല്ല രസമുള്ള പായസമാണ്. ഇപ്പൊ ഇതെല്ലാരും ഓണത്തിന് വേണ്ടി ഈ പായസം ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പായസങ്ങൾ, ഇങ്ങനത്തെ കുക്കിംഗ് റെസിപ്പി ഒക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ചാനൽ വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.